ഒറ്റ ദിവസം കൊണ്ട് യുഎസ് വ്യാപാരത്തിൽ 176 ലക്ഷം കോടി രൂപയുടെ ഇടിവ്. ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് കാരണം ഓട്ടോമൊബൈൽ മേഖല മുതൽ ഐടി മേഖല വരെ എല്ലാം തകർന്ന് താറുമാറായ സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് അവതരിപ്പിച്ച താരിഫുകൾ കാരണം ആഗോള വിപണികൾ ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം 11 മണിയോടെ അമേരിക്കയിലെ ജനപ്രിയ S&P 500 ഫ്യൂച്ചറുകൾക്ക് കുത്തനെയാണ് ഇടിവ് നേരിട്ടത്. ഇത് വിപണി മൂലധനത്തിൽ $2 ട്രില്യൺ നഷ്ടമുണ്ടാക്കി. ഓഹരി വിപണിയിലെ ദ്രുതഗതിയിലുള്ള ഇടിവ് ക്രിപ്റ്റോ കറൻസി വിപണിയിൽ ഉടനടി സ്വാധീനം ചെലുത്തി. ബിറ്റ്കോയിൻ $68,000 നിന്ന് $64,000 കുറഞ്ഞു. എഥറിയം ഏകദേശം 5.15% ഇടിഞ്ഞ് $3,200 നിന്ന് $3,040 അതായത് 5% ഇടിവ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പര താരിഫുകൾ ഏർപ്പെടുത്താൻ പോകുന്നു, അതായത് പ്രതികാര നികുതി. ഇതിനർത്ഥം ഇന്ത്യ അമേരിക്കയിൽ ചുമത്തുന്ന അതേ നികുതികൾ തന്നെയായിരിക്കും ഇന്ത്യയിലും അമേരിക്ക ചുമത്തുക എന്നതാണ്. അതായത് ഒരു മേഖലയിലെ ഉൽപ്പന്നത്തിന് ഇന്ത്യ 30% നികുതിയാണ് ചുമത്തുന്നത്. അമേരിക്ക 10% മാത്രമേ നികുതി ചുമത്തിയിരുന്നുള്ളൂ എന്ന് കരുതുക. എന്നാൽ പുതിയ നിയമമനുസരിച്ച് അമേരിക്കയും ഇപ്പോൾ അതേ 30% നികുതിയാണ് ചുമത്തുന്നത്. ഏപ്രിൽ 2-ന് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പ്രതികാര തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയിലേക്കുള്ള എല്ലാ സ്റ്റീൽ ഇറക്കുമതിക്കും 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. മാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും 100% നികുതി ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ വിപണി ഇതിനകം തന്നെ മാന്ദ്യത്തിലാണ്. വ്യാപാര യുദ്ധം കാരണം ഡോളർ ഇടിഞ്ഞേക്കാം. ഇത് ആളുകൾ കൂട്ടത്തോടെ മാർക്കറ്റ് വിട്ടുപോകാൻ കാരണമാകും. ഓഹരി വിപണി ഇടിഞ്ഞേക്കാം എന്നതിനാൽ അവർ കൂട്ടത്തോടെ പോകുകയാണ്. ഇതിനെ തുടർന്ന് വിപണി കൂടുതൽ ഇടിയാൻ കാരണമാകുന്നു. US ഓഹരി വിപണി എല്ലാ ദിവസവും 200 പോയിന്റ് വരെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുംബൈ ഓഹരി വിപണിയിലും ഇടിവ് തുടരുന്നു. വിപണിയിൽ സങ്കല്പിക്കാനാവാത്ത തോതിൽ ഇടിവ് തുടരുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ സെൻസസ് 10,000 പോയിന്റ് ഇടിഞ്ഞിരിക്കുന്നു. 81,000 പോയിന്റിൽ നിന്ന് 72,000 പോയിന്റായി സെൻസസ് താഴ്ന്നു. സെൻസസിലെ തുടർച്ചയായ ഇടിവ് ഇന്ത്യൻ വിപണിയെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇതിന് കാരണമായ ഒരു കാര്യം ട്രംപ് പറഞ്ഞത് പലരെയും ഞെട്ടിച്ചിരിക്കുന്നു. വിപണി തകർച്ച വലിയ കാര്യമൊന്നുമല്ല, ഇനി മുതൽ വിപണി ഉയരും. വിപണി അഭൂതപൂർവമായ ഉയരങ്ങളിലെത്താൻ പോകുകയാണ്. ഉടൻ തന്നെ വിപണി പുതിയ ഉയരങ്ങളിലെത്തുമെന്ന് ട്രംപ് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായിട്ടാണ് വിപണി കുറയാൻ തുടങ്ങിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും 10% അടിസ്ഥാന നികുതിയാണ് ട്രംപ് ചുമത്തുന്നത്. ഈ പുതിയ പ്രതികാര താരിഫ് പ്രകാരം യൂറോപ്യൻ യൂണിയൻ 20% നിരക്കും ചൈന 34% താരിഫും നേരിടുന്നു. ഇന്ത്യ 26%, ദക്ഷിണ കൊറിയ 25%, ജപ്പാൻ 24% നികുതി ചുമത്തും. കംബോഡിയയ്ക്ക് 49%, വിയറ്റ്നാം 64%, ശ്രീലങ്ക 44% എന്നിങ്ങനെയാണ് ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തുന്നത്. ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20%, ജപ്പാൻ 24% എന്നിങ്ങനെയാണ് തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിപ്റ്റോ മാർക്കറ്റ് തകർച്ച. മൊത്തം ക്രിപ്റ്റോ മാർക്കറ്റ് മൂലധനത്തെ പ്രതിനിധീകരിക്കുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് സൂചിക 4.8% ഇടിഞ്ഞ് $2.5 ട്രില്യൺ നിന്ന് $2.38 ട്രില്യൺ ആയി. ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച വ്യാപാര യുദ്ധത്തിനിടയിൽ ക്രിപ്റ്റോ കറൻസി വിപണിയിൽ കുത്തനെ ഇടിവ് നേരിട്ടു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ 27% ഇടിവാണ് ഉണ്ടായത്. ഇതിൽ $2,800 കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് ഒഴുകിപ്പോയി. $1 ലക്ഷം കൂടുതലായിരുന്ന ബിറ്റ്കോയിൻ $70,000 താഴെയായി. നമ്മൾ ലോകത്ത് ഉപയോഗിക്കുന്ന പണത്തെ പോലെ തന്നെ ഇന്റർനെറ്റിലും ധാരാളം പണമുണ്ട്. ഈ പണം നാം നേരിട്ട് ഉപയോഗിക്കില്ല, ഇന്റർനെറ്റിൽ മാത്രമേ ഉപയോഗിക്കൂ. ലോകമെമ്പാടുമായി 1,500-ലധികം ഇത്തരം കറൻസികൾ ഉപയോഗത്തിലുണ്ട്. ഇതിനെ ക്രിപ്റ്റോ കറൻസി എന്നാണ് വിളിക്കുന്നത്. അതിലൊന്നാണ് ബിറ്റ്കോയിൻ. ഈ ബിറ്റ്കോയിൻ നമുക്ക് പണമായോ ഓഹരികളായോ വാങ്ങാം. ഇത് സ്വർണമാക്കി മാറ്റാനും കഴിയും. ഇതിനൊരു പ്രത്യേക ഫോം ഇല്ലാത്തതിനാൽ നമുക്കിത് ഓൺലൈനായി ഉപയോഗിച്ച് എളുപ്പത്തിൽ സാധനങ്ങൾ വാങ്ങാം. കൂടാതെ ശരിയായ നികുതി സംവിധാനമോ ബാങ്കിംഗ് നിയന്ത്രണമോ ഇല്ലാത്തതിനാൽ ഇതിൽ അതിരുകടന്ന സ്വാതന്ത്ര്യമുണ്ട്.